ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അതെ അതെ, ഞങ്ങൾ ഏർക്കാട് പോവുകയാണ്. ഞങ്ങൾ റെഡിയൊക്കെ ആയി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് ഈ തങ്കമ്മയുടെ ഔട്ട്ഫിറ്റ്. മുടി കയറിയിട്ടില്ല. ഞങ്ങൾ ബൈക്കുണ്ടോ? അതെന്നല്ലേ കഴിഞ്ഞാലും പറഞ്ഞത് പോത്തെ ഇല്ല, അത് സ്റ്റിക്കർ ഒട്ടിച്ച് കണ്ടില്ല. ദിസ് ഈസ് എൻ ഇമോജി. നമ്മളെ ജീവിയൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വണ്ടി വന്നിട്ടുണ്ട്, ഡ്രൈവറും വെയിറ്റ് ചെയ്യാണ് ആസ് യൂഷ്വൽ. എപ്പോഴും ലേറ്റ് ആണ്. അല്ല, ഇവിടെ വണ്ടി വന്നിട്ടില്ല, വെറുതെ ജീവി പറഞ്ഞ് വണ്ടി വന്നിട്ടില്ല. അവര് വന്നാ പറഞ്ഞത് അവള് തലയിരിക്കൊണ്ടിരിക്കുക. വണ്ടി വരും, നമ്മൾ അപ്പോൾ ഇറങ്ങും. ഓക്കെ, എങ്ങനെയുണ്ട് ഈ ഔട്ട്ഫിറ്റ്? നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഈ തങ്കമ്മ ഓൾറെഡി യൂട്യൂബ് അല്ല, ഇന്റർവ്യൂവിൽ ഇട്ടിട്ടുണ്ട് അല്ലേ? ഓ യെസ്, ഞാൻ ജീവിയാക്കനെ കാണിച്ചത്. കാർക്കൂന്തൽ ഒക്കെ വാരുമല്ലേ. ആ, നമ്മൾ ലാസ്റ്റ് മൊമെന്റ് ആണ് എല്ലാം ചെയ്യുക അല്ലേ? അതെ അതെ, അതുകൊണ്ടാണ് നമ്മൾ എന്താക്കുന്നത്, ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത്. അതെ, ഇതെന്താ മുടി? ഓ സെസ്കി. ഓക്കെ, അപ്പൊ നമുക്കിനി വണ്ടിത്തെ ദൃശ്യങ്ങളൊക്കെ കാണിക്കാം. ജീവിയ ഹായ് പറയോ? ആർക്കോ ഹായ് പറ. എനിക്കെന്താ പറയാനുള്ളത്? ആ, നിനക്ക് എന്തെങ്കിലും ഒരു വാക്ക് പറ. ഓക്കെ, മരുന്ന് കഴിച്ചാർന്നു. ഇനി ഇവളെ ശല്യപ്പെടുത്താം. ആ, കഴിച്ചു. ഇത് ഛർദിയുടെ മരുന്നല്ല, ഇത് അവിലാണെന്ന് തോന്നുന്നു. ഛർദിയുടെ മരുന്നാണെന്ന് കരുതിയിട്ട് നമുക്ക് അവിൽ എന്ന് പറയുന്ന എന്താ അലർജിയുടെ മരുന്ന് തന്നിട്ട് കഴിച്ച ബോധം കേട്ട് ഉറങ്ങും. എന്നിട്ട് ഈ മണ്ടി കുണ്ണൂസ് മഴക്കം പോലെ ഞാൻ കഴിച്ചു. ഇത് കഴിച്ചാ? കഴിച്ചു. ഞാൻ വിചാരിക്കുന്നത് ഛർദിന്റെ ആണെന്നല്ലേ. മോളിങ്ങനെയാണെങ്കിൽ എലി വിഷം എടുത്ത് കഴിക്കുമല്ലോ ലഡുവാണെന്നും പറഞ്ഞോണ്ട് തല തൊപ്പിട്ടോണ്ടിരിക്കുന്നു. കഴിച്ച സത്യം പറ. സത്യമായിട്ടും എന്തൊന്നാ കാട്ടിയത് ബേബിയെ? ഓക്കെ, ഞാൻ അറിയാണ്ടെടുത്ത് കഴിച്ചു പോയി. ജീവിയെ വൊമിറ്റിന്റെ മരുന്നാന്ന് വെച്ചിട്ട് അലർജി മരുന്നെടുത്ത് സാപ്പിട്ടെ അവള് ഇപ്പൊ തൂക്കം വരും. വണ്ടി വന്നോ? ഇവിടെ ക്ലൈമറ്റ് നല്ല ചൂടാണ് കേട്ടോ. ഷൂ, എൻ്റെ ക്രോക്കേഴ്സ് ആണിത്. ക്രോക്സ്, മൈ ഫേവറേറ്റ് ക്രോക്സ്. അപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ലഗേജ്, ഇത് ജീവിയക്കൻ്റെ ലഗേജ്. ഇതെടുക്കാനുണ്ടോ ജീവിന്റെ പൊട്ടക്ക? ഇതൊരു ലഗേജ്. ഇതെടുക്കാനുള്ളതാ? ഇതൊരു ലഗേജ്. പിന്നെ വേറൊരു ലഗേജും ഇല്ല. ഇതാണ് നമ്മളുടെ ലഗേജ്. എന്താ കവർ വെച്ചോ? ഇഗ്നോർ ദ ബാക്ക്ഗ്രൗണ്ട് ഗൈസ്. ഇതേത് ദൊറോത്തി മാതാമ? ചെരുപ്പ് എടുത്തിട്ട് വണ്ടിയിലിട്. ക്രോക്സ് അല്ലാതെ ഇട്. ക്രോക്സ് എടുത്ത് വണ്ടിയിലിടാം. ഏത് ജീവി പെട്ടി അടച്ചാ? പഴങ്ങളോ? ഫോൺ ഈസ് മിസ്സിംഗ്. കൊടുവാളും പായവും എടുക്കുക ഞങ്ങൾ. കൊടുവാള് ഞാൻ എടുക്കേണ്ടി വരും, പൊക്കതാണ്. We are in jungle. She is disappointed. ഫോണിലുണ്ട്. അയ്യോ, ഞാൻ ആദ്യം തന്നെ വണ്ടിയിലെത്തിട്ടോ. പാവായിട്ട് ലഗേജ് ഒക്കെ പിടിച്ച് അങ്ങനെ വരികയാണ്. ഇവിടെ എല്ലാ വീടുകളും അടുത്തടുത്തോ.
നെറ്റ് വരുന്നുണ്ടോ? നിന്റെ ചപ്പൽ ഇവിടെ ഉണ്ട്. ദാഹത്തില് അത് ഇവളുടെയാണ്. ഇത് പിടിക്ക്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ മെറിഡിയനിലെത്തി. കുറച്ചുകൂടി ഒച്ച പറയണല്ലേ? വേണ്ടോന്നില്ല, ചെവി അടങ്ങിട്ടാണ് കേൾക്കാത്ത. ചെക്കിൻ ചെയ്ത് ഇപ്പം നമ്മൾ റൂമിലോട്ട് പോകണം. യെസ് യെസ്. ഇവിടെ എത്തിയപ്പോൾ ഒരു തണുപ്പുണ്ട് കേട്ടോ. നമ്മൾ അവിടുത്തെ അത്ര ചൂട് ഇതൊന്നുമില്ല. സേലത്ത് ഭയങ്കര ചൂടാണ്. ഇവിടെ എത്തിയപ്പോൾ തണുപ്പുണ്ട്. ജീവിയൊക്കെ ഈവൻ വെയിലുണ്ടെങ്കിലും തണുപ്പുണ്ട്. ദിസ് ഇസ് അവർ സ്പെഷ്യൽ ഗസ്റ്റ് ജീവിയക്ക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറ വ്യൂവേഴ്സിനോട്. എപ്പോഴും അതെ. കമ്മുന്നീർ മണാലി എന്നോട് ഇതാ പറഞ്ഞത്. ഓക്കെ, നമ്മൾ സഞ്ചിയും കാര്യങ്ങളൊക്കെ പെറുക്കിയിട്ടാണ് വന്നേക്കണം. ഓക്കെ, ഇതാ ജീവി ഫസ്റ്റ് പോയി. ആ ചേട്ടൻ നമ്മുടെ ലഗേജൊക്കെ എടുക്കാൻ സഹായിച്ചിട്ടോ. ഇനി മതാമ നല്ലോണം ചെറുതായി പോയി, പക്ഷെ രസമുണ്ട്. ചെറുതായില്ലേ? നല്ലോണം. ഞാനിപ്പോൾ അറിയുന്നത് ഇറ്റ്സ് റിയലി ഷോർട്ട് ബട്ട് ഇറ്റ്സ് നൈസ്. നമ്മൾ ഇന്നും നാളെ ആയിരിക്കും നിൽക്കാൻ പോകുന്നത്. അപ്പോൾ താഴെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കണം. എക്സ്പ്ലോർ ചെയ്യണമല്ലോ 2 ദിവസം നമ്മൾ. മരം 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 2 കുരങ്ങുകളുള്ളതുകൊണ്ട് മരം കയറാനിപ്പോൾ കുരങ്ങുമായി, അല്ല മരമായി. യൂട്യൂബ് പറഞ്ഞ് കുരങ്സ്. വീടേന ബ്യൂട്ടിഫുൾ, അമേസിങ്. അപ്പൊ നമുക്ക് ജീവിയൊക്കെ ഇങ്ങനെ ബാത്റൂമിലിട്ട് പൂട്ടാം. അവിടെ എത്ര ലൈറ്റ് ഉള്ളൂ? സൂര്യനെ കൊണ്ടുവരാം. ഇവിടെ നമുക്ക് 2 റൂം, 3 ബെഡ്. ഒന്ന് നടന്നിട്ട് ഇപ്പടി അല്ലേ? പുറത്ത് അടിപൊളി വ്യൂ ആണ്. ജീവിയൊക്കെ ഇത് കിടക്കാൻ തുടങ്ങി. ഓ, സോ ബ്യൂട്ടിഫുൾ. നേർക്കുന്ന 1 വീക്ക്. ഓ, ഇതൊക്കെയാ ജീവി. ക്യാമറ എടുക്ക്, ഫ്രണ്ട് ഞാൻ പറയട്ടെ. നല്ല വ്യൂ അല്ലേ? അതൊക്കെ ക്യാമറയിൽ കാണുമ്പോ അടിപൊളി രസം. ഫ്രണ്ടിലത്തെ എനിക്ക് കുറച്ച് പറയാൻ. നമ്മളിവിടെ 2 ദിവസത്തിന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ 2 ദിവസം പറഞ്ഞപ്പോ ജീവി പറഞ്ഞതാന്ന് വെച്ചാൽ 2 ദിവസത്തിനുള്ളതൊന്നും ഇല്ല എന്നാണ് നമ്മുടെ ജീവി. മറ്റന്നാൾ ഇവള് വരുമോ? എന്നിട്ട് ഇപ്പൊ പറയുന്നത് നമുക്ക് ഇവിടെ 1 ആഴ്ച നിക്കാന്ന്. അത് അടിപൊളി ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. അറിയില്ല അവിടെ കണ്ടോ. എനിക്ക് വിശക്കുന്നുണ്ട്. കീളയാ? എവിടെ പോയാലും കാണും ഇങ്ങനെ കുറ്റം പറയാൻ ഓരോന്ന് നമ്മുടെ പുറകെ അല്ലേ ഇരിക്കണം. ഓക്കെ, ചെറിയൊരു ടിട്ടുവിന്റെ കട്ട് അല്ലേ ജീവിയെ? ജീവിയൊക്കെ ആണത്. എവിടെ? നമ്മ ഏറ്റവും ടോപ്പില് പോയതല്ലേ? ഇതാ എന്താ അത്? ഓ, ഇപ്പൊ 2 മണി കഴിഞ്ഞ് എത്ര 4 മണി വരെ ആട്ടെ ലഞ്ചുള്ളത്. അപ്പോൾ അതിന് പോണം. ഇവിടെ ഫോട്ടോ സെഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു തകർപ്പൻ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? മൈക്കോണാണോ പോണ്ട? ആണ്. നേരത്തെ എൻ്റെ ഒരു സാധനം ഫ്ലോപ്പ്. എന്ത് സാധനം? ബീരാൻകുട്ടി. നീ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പൂളിലൊക്കെ പോകണമെന്നായിരുന്നു അല്ലേ? ഇവിടെ എത്തിയപ്പോഴൊരു സമാധാനമായിരുന്നു. നല്ല ചൂടായിരുന്നു.
ഇവിടെ ഒരാൾ കുറച്ച് നേരം ഉറങ്ങി. എന്താ അലർജിയുടെ മരുന്ന് ഛർദിയുടെ ആണെന്ന് പറഞ്ഞ് കഴിച്ചിട്ട് അതിൻ്റെ കുറച്ച് നേരം ഉറങ്ങി. അതിന് ശേഷം ഉറങ്ങിയിട്ടില്ല. ഇനി എപ്പോൾ ഉറക്കം വരാമെന്നറിയില്ല. ഉറക്കം വരുമ്പോൾ നമുക്ക് മൂഡ് ചേഞ്ച് ആവുന്നത് കാണാം. എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഗോഡ്, ആ മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് ഇങ്ങനെയുണ്ട്. അപ്പം നിങ്ങൾ അലർജിയുടെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണണം. ഓക്കെ, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരുന്നത് കണ്ടോ. ആദ്യം ഹാപ്പി ആയിരുന്നു, അതേ ആക്രമണ ശക്തിയായി. എനിക്കിത് ഇത് ചെയ്യണമെന്നുണ്ട്. എന്താ ഇങ്ങനെ കാണിച്ചിട്ടുള്ളതാ? ഫുഡ് കഴിക്കാൻ പോയാലോ? ഫ്ലോറിലേക്ക് ഇരിക്കും. അന്ത പ്രാവ് പോലത്തെ സാധനം പോലെ കൂടി ഇരിക്കാം. அங்கே இருக்கா? இங்கே இங்கே. பூஃபே நினைக்கிறேன். ലാസ്റ്റ് எப்படி இருக்கு? ഇതാട്ടോ നമ്മൾ ലഞ്ചിന് ഓർഡർ ചെയ്തത്. ബട്ടർ റൊട്ടി പറഞ്ഞു, പിന്നെ അതുപോലെ ഗീ റൈസ് പറഞ്ഞു, മഹാറാണി മീൻ പറഞ്ഞു. മീൻ ഇതെന്ത് ഫ്രൈ ആണ്? മീൻ ഫ്രൈ. ഇതെന്ത് ഫ്രൈയാ ജീവ? എന്ത് മീൻ? എന്നാ മീൻ? നമുക്ക് പേര് പറഞ്ഞ് വേറെ പോലെ ആയി പോയിട്ടിട്ട്. നല്ലതാണോ? പുഷ്പയുടെ ഫ്ലവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിയൊക്ക. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച് അല്ലേ? അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. ഇവിടെ ഒരാൾ കഴിക്കാണ്ട് അന്തപ്രാണം കത്തിരിക്കുക. അങ്ങനെ നമ്മളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഒരു എന്താണ് ഓക്കെ, അപ്പോൾ അതിനിപ്പുറത്ത് തന്നെ ഗെയിംസൊക്കെ ഉണ്ട്. ഇതിൻ്റെ പേരെന്തെന്നാ നിങ്ങൾക്കറിയാലോ, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല. അല്ലാതെ ഞങ്ങൾക്ക് അറിയായിട്ടില്ല. ഈ ഗെയിമുണ്ട്, അതുപോലെ ഇതാ ഇതുണ്ട്, പിന്നെ പൂളുണ്ട്. അത് നമുക്കാർക്കും കളിക്കാൻ അറിയണം, എന്നാലും നമ്മൾ കളിക്കാൻ പറ്റി ശ്രമിക്കും. അതാണല്ലോ നമ്മൾ, അല്ലേ ബ്ലോബ്ലി? നമുക്ക് കളിക്കാനൊന്നും വെറുതെ കുത്ത് തന്നെ. നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. ഞങ്ങൾ വന്നേക്കുന്നത് ഒരു മൺഡേ ആയതുകൊണ്ട് ഞങ്ങൾക്കോട് തീരെ തിരക്കില്ല. വീക്കെൻഡ് നല്ല തിരക്കുണ്ടാവും. പിന്നെ നല്ലൊരു വലിയ പൂളുണ്ട് ഇവിടെ. നമുക്ക് നാളെ വരാമെന്ന് കരുതുന്നത്. നാളെ രാവിലെ ജീവി വന്നിട്ടുണ്ട് ഇവിടെ മുന്നേ. അപ്പോൾ ഇവിടുത്തെ വ്യൂ നല്ലതാണെന്നാണ് പറയുന്നത്. ലൈക്ക് രാവിലെ എന്താ തിളച്ച് കുത്തണ പൊടി. ഇവിടെയൊക്കെ കുരങ്ങന്മാരുണ്ട്. ഞാൻ കാണിച്ചു തരാം. എല്ലാവരും താഴത്തോട്ട് പോയിട്ട് ഇവിടെ നിറച്ച് ഇത്ര നേരം കുരങ്ങന്മാരായിരുന്നത്. ഇവിടെയൊക്കെ അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. എന്താ കുറേ ഫുള്ള് കുരങ്ങന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ റൂം മേലെ ശരിക്കും നല്ലൊരു എന്താ പറയുക ക്ലൈമറ്റാണ് കേട്ടോ. ചൂടുണ്ട് താഴത്തെ സ്ഥലത്തെങ്കിലും ഇവിടെയൊക്കെ നല്ല തണുപ്പ് തന്നെയാണ്. നല്ല വ്യൂ ആണ്. അപ്പോൾ മൊത്തത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ പെരുന്നാൾ തന്നെ ഏർക്കാട്ടിലായിരുന്നു. നല്ലൊരു സമാധാനമുള്ള 2 ദിവസം. വേറെ വർക്കും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഇവിടെ വരിക, ചില്ല് ചെയ്യുക, വ്യൂ ഒക്കെ. ഞാനൊക്കെ മുന്നേ വിചാരിച്ചിരുന്നത് ഞാൻ ശരിക്കും ഒരു എന്താ പറയുക ഒരു സീ അല്ലെങ്കിൽ ഒരു ഓഷ്യൻ ബീച്ച് പേഴ്സൺ ആണെന്നാണ് കേട്ടോ വിചാരിച്ചത്. പക്ഷെ പിന്നീട് മൗണ്ടെയിൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാൻ ശരിക്കും ഒരു മൗണ്ടെയിൻ പേഴ്സൺ ആണ് എന്താ അറിയുന്നത്. അപ്പം അങ്ങനെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഇപ്പം ഈ ചക്കയല്ല ഇത്, ചക്ക അല്ല പ്ലാവാണ്. ചക്കൻ്റെ അവിടെ വരവുള്ള പ്ലാവ് ഇതിപ്പോൾ കുലുങ്ങി. ഇതിൻ്റെ അവിടെ ഒരു കുരങ്ങയിരിപ്പുണ്ട് കണ്ട. അറ്റത്ത് കുരങ്ങന്മാരും ഉണ്ട്. അത്യാവശ്യം നല്ലൊരു പൂള് തന്നെയാണ് കേട്ടോ.
ഇവിടെ ഫാമിലിയൊക്കെ ആയിട്ട് വരാനൊക്കെ പറ്റിയ ബെസ്റ്റ് പ്ലേസ് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതാണ് മക്കളെ വ്യൂ. ഇവിടെ നേരത്തെ ഒരു ഡോഗ് ഉണ്ടായിരുന്നു, അതിൻ്റെ പേര് മണിയെന്നായിരുന്നു. അത് പോയി, അത് ഇങ്ങോട്ടോ പോയി. അവിടെ അവർ സൈഡിൽ ഇവിടുത്തെ തന്നെ വേസ്റ്റ് ആവുന്ന ഫുഡൊക്കെ അവർ അവിടെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടി പോയി. വേറൊരു ഡോഗ് കൂടെ ഉണ്ട്. ഇവിടെയൊക്കെ കുരങ്ങന്മാരായിരുന്നു, ഇപ്പോൾ ഒന്ന് പോയതാ, പോയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഫുള്ള് കുരങ്ങന്മാരായിരുന്നു. അവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ റൂമിലെത്തി. വൈകുന്നേരം 5:30 കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ താഴത്ത് കുറച്ച് കളിച്ച് അവിടേക്ക് ഇരിക്കാൻ നിങ്ങൾ കണ്ടില്ല, നല്ല സ്പീഷ്യസ് ആയിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ റൂമിലെത്തിയത്. അപ്പോൾ ഒരു ചെറിയ റൂം ടൂർ അങ്ങനെ തരാമെന്ന് കരുതി. അപ്പോൾ ഞാൻ തുറന്നിരിക്കുന്നു. ഇതാണ് നമ്മളുടെ റൂം. കയറുമ്പോൾ തന്നെ ഫ്രിഡ്ജും കാര്യങ്ങളുണ്ട്. ഒരു ചെറിയ പിന്നെ ഒരു ചെറിയ കബേർഡ് ഉണ്ട്. ഇവിടെയാണ് സംഗതി. നല്ലൊരു റൂമാട്ടോ, നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു ബെഡ് ഉണ്ട്. അതുപോലെ തന്നെ ദാ ബെഡിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെയും ബെഡുണ്ട്. ഇവിടെ ഈ ഒരു ബെഡും ആ ഒരു ബെഡുണ്ട്. കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്കും ഇനിയിപ്പോൾ ഫ്രണ്ട്സായിട്ട് വരുന്നവർക്കൊക്കെ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കപ്പിളായിട്ട് വരുന്നവർക്ക് സ്പേഷ്യസ് ആയിട്ട് വേണമെങ്കിൽ അതും നല്ലതാണ്. പക്ഷേ 2 ബെഡ് വെറുതെ പോവും. കണ്ടോ, ഇത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളൊരു സാധനം തന്നെ. നല്ലൊരു ഇതാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പ്രത്യേകിച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ട്. കണ്ടോ, ഇവിടെ വേറൊരു വാഷ്റൂം ഉണ്ട്. ഒരു ചെറിയ വാഷ്റൂം. ഒരു ചെറുത്. പിന്നെ ഇപ്പുറത്തോട്ടൊരു ഡോറ് തന്നെ ഉണ്ട്. നമുക്ക് ഡോറൊന്ന് അടച്ചു നോക്കാം. അടച്ച് അപ്പുറത്തുള്ള ആൾക്കാർക്കും പ്രൈവസിയും കാര്യങ്ങളും ഉണ്ടാവും. കണ്ടാ, ശരിക്കും നമ്മളൊരു എന്താ പറയുക, ഒരു ഫ്ലാറ്റൊക്കെ എടുത്ത പോലെ തന്നെ, ലൈക്ക് ഒരു അപ്പാർട്ട്മെൻറ്റ് ഫീല്. എന്നിട്ട് ഓപ്പൺ ആക്കി വരുമ്പോഴാണ് നമ്മളുടെ തള്ളച്ചി അവിടെ കിളീനെ പെറുക്കി നോക്കിയിരിക്കുന്നത് കാണുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് കേട്ടോ. നമ്മൾ പെട്ടിയും കാര്യങ്ങളും വെച്ച് കുറച്ച് ഫ്രൂട്ട്സും പിന്നെ ഷൂവും ചെരുപ്പും കാര്യങ്ങളൊക്കെ, ബാഗ്. പിന്നെ ഇവിടെ ഒരു മിറർ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്. ഇത് കണ്ടോ, നല്ല സ്പേഷ്യസ് ആണ്. ഇവിടുന്ന് അങ്ങോട്ട് കാണുകയും ചെയ്യാം. കപ്പിൾസ് ആകുമ്പോൾ ഒന്നും കൂടെ നന്നായിരിക്കും. ഇവിടെ ഇനിയിപ്പോൾ അതല്ലെങ്കിലും നമുക്ക് ലൈറ്റ്സ് ഇതാകാം. ഓക്കെ, എനിക്ക് ഡോറ് വുഡിൻ്റെ ഈ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് വുഡിനോട് കുറച്ച് കമ്പമുള്ളതാണ്. കണ്ടോ, ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. സോഫ കാര്യങ്ങൾ കണ്ടോ. ബാൽക്കണിയാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത അത്ര വ്യൂ ഉള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയ ബെഡ്. പിന്നെ അതേ ബാത്റൂം ഒന്ന് അങ്ങോട്ട് കാണാം. എന്താണ് വൈഫൈ അതിലുണ്ട്. അവിടെ 2 ഡോഗ്സ് പെട്ടിരിക്കുക. എന്താ ജീവി അവിടെ തന്നെ നോക്കിയിരിക്കുക കള്ളിപ്പെണ്ണ്. പിന്നെ അറിയണ്ടേ എന്താ സംഭവം? ഇതെന്തിനു നമ്മളറിയണം? നമ്മുടെ കാര്യമില്ലല്ലോ. ആ ബാൽക്കണി വലുതാ തോന്നുന്നല്ലേ? അത് ബാൽക്കണി തന്നെയാ? പിന്നെ ഓ, ഇപ്പൊ വൈകുന്നേരം കൂടെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. നല്ല രസമുണ്ട്. രാവിലെ ഒന്നുകൂടെ രസം ഉണ്ടാവുന്ന പറഞ്ഞത്. നമുക്ക് നോക്കാം. ഇതാട്ട് നമ്മൾ നേരത്തെ ഇരുന്ന സ്ഥലം. ഇവിടെ ഓ, ആ ബെഡിന്റെ അവിടെ നിന്ന് മാറിയ ഇവിടെ കാണാല്ലേ, ഈ കർട്ടന്റെ ഇപ്പുറത്ത് വലിയൊരു ജനലുണ്ട്.
ഓ ദേ ബേബി നോക്കിയേ, ജീവിയെ നോക്ക്. ഓ ജീവിയെ ദേ ഞാൻ വെട്ടുക. അയ്യടി ഇവിടെ നല്ല ആ ജീവി ബുക്ക് ചെയ്ത് ഇങ്ങോട്ട് മാറിയേ. നമ്മുടെ ജീവി സീറ്റ് പിടിച്ച് ജീവിനെ എങ്ങനെയെങ്കിലും ഇവിടെ ഉന്തിത്തള്ളി മാറ്റിയിട്ടാണ് എനിക്കിവിടെ കിടക്കാൻ. നമുക്ക് ജീവിയുടെ അപ്പുറത്തും കിടക്കാം. ഇത് നമ്മള് കണ്ടില്ലായിരുന്നല്ലേ. ഇപ്പൊ രാത്രിയായിട്ടോ, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ ഇങ്ങനെ താഴത്തൊക്കെ പോയി ഇങ്ങനെ വെറുതെ ഇരിക്കാറുണ്ട്. വെറുതെ ഇരിക്കാൻ കിട്ടുന്ന ടൈമാണല്ലോ അല്ലേ അക്ക? നമുക്കിപ്പോൾ ഫുഡിന്റെ ടൈമായി. ഫുഡ് 9:30 വരെയാ. 9:30 വരെയാണ് ഫുഡിന്റെ ടൈമിങ് വരുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഡ്രസ്സൊക്കെ മാറ്റി കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് അവളിതാ ഒന്ന് ഫ്രഷ് ആവാൻ പോയേക്ക്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോവും ഫുഡ് കഴിക്കാൻ. അപ്പം ഇന്നത്തെ ഫുഡ് എന്താ നമുക്ക് നോക്കിയിട്ട് വരാം. നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞ കൊടുത്ത ബേബി. ഫിഷ് ഫിംഗേഴ്സ് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഉച്ചക്ക് ഓർഡർ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ചിക്കൻ കുരുമുളക് ഇല്ലേ. ആ ജീവി കഴിച്ചു. വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഞാൻ നിന്നോട് തിന്നരുതെന്ന് പറഞ്ഞല്ലേ. എങ്ങനെയുണ്ട്? നല്ലതാ, സൂപ്പറായിരിക്കാ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ റൊട്ടി പറഞ്ഞേ. എന്നാ റൊട്ടി ഭയങ്കര സോഫ്റ്റ് ആട്ടോ, നല്ല രസമാണ് കഴിക്കാനായിട്ട്. ഇസ് മൈൻ ബൈ ദ വേ. വാട്ടർ മെലൺ ഉണങ്ങാത്ത. എനിക്ക് വേണ്ട വാട്ടർ മെലൺ. ഇവള് ശരിക്കും വാട്ടർ മെലണാണ് പറഞ്ഞേ. ഇതെന്താണ്? ബ്ലൂ ലഗൂൺ. ലഗൂൺ എന്താ? എന്തിനാ വെറുതെ ഈ പാട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചോദിക്കണം അല്ലേ ജീവിയെ? മൂടിയിട്ട് കുടിച്ചിട്ട് പോണം അല്ലേ? വേറെന്തൊക്കെയോ ഓർമ്മ വന്നതാ. എന്നാ ഇവിടെ 2 കൂട്ടർ വന്നായിരുന്നു, അവരൊക്കെ കഴിച്ചു പോയി. വേറെ ആൾക്കാരാണ്. നമ്മളെ ലേറ്റായി. യെസ്. അപ്പം നമ്മൾ മൊരിച്ച മീൻ ഫിംഗേഴ്സ് കഴിക്കട്ടെ. ഓക്കെ താനാ, നീ അല്ലേ നല്ലാന്ന് പറഞ്ഞ. ആ എന്താക്കാ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ. നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിലെത്തി. എത്തിയിട്ട് കുറച്ച് നേരമായി. നമ്മൾ കുറച്ച് നേരം കിടക്കുകയും കാര്യങ്ങൾ കുറേ സംസാരിക്കുകയും അതുപോലെ ഇവിടെ കുറച്ച് പേര് സീരീസ് കാണുന്നുണ്ട്, കുറച്ച് പേര് കിടന്നുറങ്ങാനുള്ള പണിയിലൊക്കെയാണ്. അപ്പം അങ്ങനെയൊക്കെ മൂക്കടഞ്ഞു. അത് വെബ് സീരീസ് ഗേൾ. നീ ഇത് തൂക്കം ഗേൾ. എന്താ രണ്ടും കൊണ്ടുപോയിരിക്കണ? അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ബ്ലേ ബ്ലേന്ന്? നല്ല രസമായിരുന്നു. തണുപ്പൊക്കെ ഉണ്ട്. പിന്നെ ഉച്ചക്ക് ചൂടുണ്ട്. ബട്ട് സ്റ്റിൽ രാത്രി നല്ല ഓണാക്കിട്ട് പറ. മോള് പറയണൊന്നും കേൾക്കൂല. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ദ ഓൺ. ജീവിയാക്കാ. അപ്പോൾ വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു. ദിവസം പെട്ടെന്ന് പോവും, അതാ പ്രശ്നം. പെട്ടെന്ന് രാത്രി ആയോട്ട് എന്നാ ഒരാള് ചിരിച്ചിട്ട് ഇരിക്കേ. ഓ, നമ്മൾ വർക്ക് ലൈഫ് എന്നൊക്കെ ഒന്ന് വിട്ട് നിൽക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക സമാധാനമായിരിക്കും. ആണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റും അല്ലേ. പ്രത്യേകിച്ച് എനിക്ക് ബാൽക്കണി ഭയങ്കര ഇഷ്ടമായി. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. പുറത്തേക്ക് നോക്കുമ്പോഴേ കാണും ഫുള്ള് പച്ചപ്പ്. പിന്നെ താഴത്ത് എന്താണ് രാത്രി അതുപോലെ തന്നെ ഏറ്റവും ഏർലി മോർണിംഗും പുറത്തിറങ്ങരുത് എന്ന് പറഞ്ഞേക്കാണ് ഒരാള്. കാരണം എന്താന്ന് വെച്ചാല് എരുമമാട് നമ്മുടെ ജീവിമാട് കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന നേരമാണ് അല്ലേ ജീവിമാടെ? പോത്തുകൾ കൂട്ടായിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പൊ പുറത്തിറങ്ങുന്നത് സേഫ് അല്ല പറഞ്ഞു. ഇതിന്റെ ചുറ്റും ഇവിടെ ഇറങ്ങട്ടോ, താഴെ ഇറങ്ങാം. പക്ഷെ ഇതിന്റെ പുറത്തോട്ട് പോരുത്. കോമ്പൗണ്ടിന്റെ പുറത്ത് പോയാൽ നമുക്ക് പറയാൻ പറ്റൂല നമ്മൾ ജീവനോടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു ഇതൊക്കെയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസം ഇവിടെ മെറീഡിയൻ ഹിൽ ടോപ്പില്.
അല്ലേ? നല്ലൊരു ഇന്ന് പെരുന്നാളും കൂടെ ആയിരുന്നു. അതെ. അപ്പൊ ഒരു പെരുന്നാൾ സ്പെഷ്യൽ വ്ലോഗായി. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഒരു വലിയ പെരുന്നാൾ അല്ലേ? ആണ്. ഇതായിരുന്നു ഞങ്ങളുടെ ഈ വർഷത്തെ വലിയ പെരുന്നാൾ. വെറുതെ ഇരിക്കുക, ഫുഡ് കഴിക്കുക, എൻജോയ് ചെയ്യുക അല്ലേ? അറിയാത്ത ഗെയിം കളിക്കുക അല്ലേ ജീവിയെ? ആ ഗെയിമിന്റെ പേരെന്താന്ന് എങ്ങനെ കളിക്കാന്നൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഞങ്ങൾ വെറുതെ കുത്തി കളിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ. ഭയങ്കര പീസ്ഫുൾ ആയിരുന്നു. ജോലിയില്ല, സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വിട്ട് അല്ലേ? അപ്പോ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഡേ. ഞങ്ങൾ പിക്കും വീഡിയോസും എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി പൊട്ടിച്ച്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ? അതെ, ബൈ ബൈ. ഗുഡ് നൈറ്റ് ജീവിയക്ക. ഗുഡ് നൈറ്റ് പറ. ബൈ ബൈ. എല്ലാവർക്കും ഒന്നും കൂടെ ഒരു ഈദ് മുബാറക്. ഗുഡ് നൈറ്റ് അല്ല പാടുന്നു. മുബാറക് അവിടെ ചീറ്റിപ്പിച്ച് ജന്തു. അതിന് ഇത് മുബാറക് പറഞ്ഞ ഒറ്റക്ക് ഞാൻ പറയില്ല. ഈദ് മുബാറക്.